Hello friends, this is Sajil and welcome back to my YouTube channel Sajil's Tech Center. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ലോഗോ ഡിസൈനർ ആകാം. അത് മുഖേന നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൽ ബേസിക് ട്യൂട്ടോറിയൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വാച്ച് ദ കംപ്ലീറ്റ് വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ലോഗോ ഡിസൈനർ ആകാം, അതായത് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു ലോഗോ ഡിസൈനർ എങ്ങനെയാകാം, അതിന് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് നിങ്ങൾ യൂസ് ചെയ്യണം മുതലായ കാര്യങ്ങളാണ്. അതിനു മുമ്പ് ഒരു ഫ്രീലാൻസിങ് വെബ്സൈറ്റിൽ ഒരു ലോഗോ ഡിസൈനിന് എത്ര വരുമാനം ലഭിക്കും, അതുപോലെ എങ്ങനെ എത്ര വർക്ക് ലഭിക്കും എന്നുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഫൈവർ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. ലോഗോ ഡിസൈൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ പ്രോ സെല്ലേഴ്സ് ഉണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ചാർജ് ചെയ്യുന്നത് $500 ആണ് ബേസിക്. അതുപോലെ ഇദ്ദേഹത്തെ ഒന്ന് എടുത്തു നോക്കാം, ടോപ്പ് റേറ്റഡ് സെല്ലറാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 26 ഓർഡേഴ്സ് ക്യൂ ആണ്, അതായത് ലോഗോ ഡിസൈനിങ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 35. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് പാക്കേജ് $70 ആൻഡ് പ്രീമിയം പാക്കേജ് $100. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന വർക്ക്സ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഏത് തരം ലോഗോ ഡിസൈൻസ് ആണ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും, പക്ഷേ മോസ്റ്റ്ലി ഇതിൽ പ്രീമെയ്ഡ് ടെംപ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് പ്രീമെയ്ഡ് ടെംപ്ലേറ്റ്സ് നമ്മളുടേതായ എന്തെങ്കിലും എഡിറ്റിംഗ് ടച്ച് ചെയ്തു കൊടുത്താൽ ഇതുപോലത്തുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും ലോഗോ ഡിസൈൻസിന്. നമുക്ക് വേറൊരു ലോഗോ ഡിസൈനറുടെ സർവീസ് എടുത്ത് നോക്കാം. ഇതുകൊണ്ട് 18 ഓർഡേഴ്സ് ക്യൂ ആണ്, സ്റ്റാർട്ടിങ് $10. ഇതിൽ മിക്കവാറും ക്ലയൻസ് ഓർഡർ ചെയ്യുന്നത് കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും, അതായത് അവർക്ക് ചിലപ്പോൾ സോഴ്സ് ഫയലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കിറ്റൊക്കെ ആവശ്യമുണ്ടാവും. സോ കംപ്ലീറ്റ് ലോഗോ പാക്കേജ് ആയിരിക്കും അവർ ഓർഡർ ചെയ്യുന്നത്. ലോഗോ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ വളരെ സ്കോപ്പ് ഉള്ളതും അതുപോലെ തന്നെ വളരെ അധികം കോമ്പറ്റീഷൻ കൂടിയതുമായ ഒരു ഫീൽഡാണ്. ഏതൊരു ഫ്രീലാൻസിങ് വെബ്സൈറ്റിലും നിങ്ങൾക്ക് ലോഗോ ഡിസൈനിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഫൈവർ, ഫൈവ്സ്ക്രിപ്റ്റ്, ജിഗ്ബർഗ്സ്, freelancer.com, അപ്വർക്ക്, പീപ്പിൾ പെർ ഹവർ മുതലായ എല്ലാ ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സിലും നിങ്ങൾക്ക് ലോഗോ ഡിസൈനിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ലോഗോ ഡിസൈനിങ്ങിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Eximious സോഫ്റ്റ് ലോഗോ ഡിസൈനർ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഏത് പ്രീമെയ്ഡ് സോഫ്റ്റ്വെയർസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി ലോഗോ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഫ്രീ ഡൗൺലോഡ്. ഒരുപാട് പെയ്ഡ് വേർഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ട്രയൽ വേർഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വേർഷൻ സോഫ്റ്റ്വെയർ ആണത് Eximious. സോ ഈ സോഫ്റ്റ്വെയർ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 100 കണക്കിന് ലോഗോ ഓൾറെഡി പ്രീമെയ്ഡ് ലോഗോ ഡിസൈൻസ് നമുക്ക് ലഭിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറി ലോഗോ ഡിസൈൻസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ബിസിനസ് ബേസ്ഡ് ലോഗോ ഡിസൈനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസിനസ്സിൽ സെലക്ട് ചെയ്യാം. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലവർ ഷോപ്പിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു ഡിസൈനാണ് നിങ്ങളുടെ ക്ലയൻറ്റ് ആവശ്യപ്പെട്ടതെങ്കിൽ അതിനനുസരിച്ച് നേച്ചർ, സ്പോർട്സ്, ഏത് കാറ്റഗറി വേണമെങ്കിലും ഇതിലുണ്ട്. ട്രെൻഡി. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ലോഗോ എടുത്തിട്ട് അതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട്. നമുക്ക് ബിസിനസ് കാറ്റഗറി തന്നെ ചെക്ക് ചെയ്യാം, കാരണം ഏറ്റവും കൂടുതൽ വർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ബിസിനസ് കാറ്റഗറീസിൽ നിന്നായിരിക്കും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടമായ ഒരു ലോഗോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുക. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ വർക്കിംഗ് ഡാഷ്ബോർഡ് വരുന്നത്. ഇത് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിൽ പോയിട്ട് ഡ്രോയിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ സെലക്ഷൻ ടൂൾ എടുക്കുക. നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാം. ഇത് ഓരോ സ്ലൈസ് ആയിട്ട് കിട്ടും, ഓരോ ലെയറാണിത്. ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതാണ് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഇത് ഗ്രേഡിയൻ ഫില്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രേഡിയൻ സെലക്ഷൻ കൊടുക്കാം. ഇവിടെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ പ്രിവ്യൂ വരും. ഓക്കെ,
ഗ്രീൻ, യെല്ലോ, റെഡ്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു റെഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ റെഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ലെയർ എടുത്ത് സെലക്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്നത്. വേറൊരു ഡിസൈൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ന്യൂ, ഇതിലൊരു ഒറ്റ കളറായിട്ടുള്ള എടുത്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇതെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുക. മൊത്തമായിട്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്സ് എന്തെങ്കിലും, ഇപ്പോൾ ഇത് ബോൾ പോലെ ഒരു ഷേപ്പാണ് ഇരിക്കുന്നത്. നമുക്ക് ഷേപ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഷേപ്പ് ടൂൾ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിൻ്റെ മുകളിൽ കൂടി നിങ്ങൾ മൗസ് ഒന്ന് ഓടിച്ചാൽ മതി. ആ ഷേപ്പ് ചേഞ്ച് ചെയ്ത് വരും. ഇപ്പോൾ ഒരു പീസ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഷേപ്പ് ചേഞ്ച് ചെയ്ത് വരും. ഏത് ഷേപ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഓൾറെഡി പ്രീമെയ്ഡ് കുറേ ക്ലിപ്പ് പാർട്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് അതിൻ്റെ മുകളിൽ വരും. എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യണോ അതനുസരിച്ച് വരും. ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. വീണ്ടും നമുക്ക് ഷേപ്സ് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഷേപ്സ് ഇവിടെ ഈ സെക്ഷനിൽ ഷേപ്പ് മാറണമെങ്കിൽ നിങ്ങൾ മുകളിൽ ഷേപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഓരോ കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇപ്പോൾ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനനുസരിച്ച് നമ്മുടെ താഴെയുള്ള ഐക്കൺസ് എല്ലാം ഓട്ടോമാറ്റിക് മാറി വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഡോളർ സിമ്പിൻ്റെ മുകളിൽ ഒന്ന് മൗസ് വെച്ച് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഐക്കൺ ഓൾറെഡി ചേഞ്ച് ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ മൗസ് ഓടിക്കുന്നതനുസരിച്ച് ഓരോ കളേഴ്സായിട്ട് ചേഞ്ച് ആവും. അതുപോലെ തന്നെ ഇവിടെ ഈ ഐക്കൺ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ആർട്സ് ആൻഡ് ഫോട്ടോഗ്രാഫി എന്ന് എടുത്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഓരോ ഐക്കൺസ് ആയിട്ട് ചേഞ്ച് ആയി വരുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ലോഗോ ക്രിയേഷൻ. അതുപോലെ തന്നെ ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നമുക്കിപ്പോൾ സജിൽസ് ടെക്സ്റ്റ് ഉണ്ട്, ജസ്റ്റ് നിർത്തി നോക്കാം. അതുപോലെ തന്നെ ഫോൺസ് ഇവിടെ എല്ലാം താഴെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന എല്ലാ ഫോൺസും ഇവിടെ ഓട്ടോമാറ്റിക് വരും. തൽക്കാലം ഈ ഫോൺ നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊന്ന് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷാഡോ പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും റിഫ്ലക്ഷൻ എഫക്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ആ ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് വരും. നമുക്ക് ജസ്റ്റ് ഒരു ഇഫക്റ്റ് കൊടുക്കാം, ഡ്രോപ്പ് ഷാഡോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഷാഡോ അതിൻ്റെ പുറകിൽ വന്നതുപോലെ. ഇതിൻ്റെ ഒപ്പാസിറ്റിയും പിക്സൽസ് എല്ലാം കൂട്ടുന്ന ഓപ്ഷനാണ്. ഇതെല്ലാം ഓരോ ഓപ്ഷൻസ് എടുത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എല്ലാം സിമ്പിൾ ടൂൾസ് ആണ്. മുകളിൽ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഇതിപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ നമുക്കൊരു ഐക്കൺ മതി. ഓക്കെ, ഒരു ഐക്കൺ മതിയെങ്കിൽ ഇങ്ങനെ. എന്നിട്ട് സേവ് ചെയ്യണമെങ്കിൽ ഈ ഫയലിൽ പോയിട്ട് സേവ് ആസ് ഇമേജ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് സേവ് ആകുന്നത് വളരെ വലിയ സൈസിലാണ്. അപ്പോൾ ഇത്രയും വലിയ സൈസായിരിക്കും ക്ലയൻറ്റ്സ് ആവശ്യപ്പെടുന്നത്. അതായത് ഏതൊരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇൻട്രോ ക്രിയേഷനോ എന്തിനും വേണമെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ലോഗോ തന്നെ വേണം. സോ അതനുസരിച്ച് നമ്മൾ നല്ല ക്ലാരിറ്റി തന്നെ ലോഗോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഫയലിൽ സേവ് ആസ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് മുകളിൽ ഇവിടെ ഒന്നിലെ JPG അല്ലെങ്കിൽ PNG ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫോർമാറ്റാണ് PNG. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവിൽ പ്രസ് ചെയ്ത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാമ്പിൾ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഇമേജ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ,
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഫോട്ടോഷോപ്പ് ഓൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫോണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ ഇട്ട് തന്നെ ചെയ്യാം. ജസ്റ്റ് ആ ഐക്കൺ ഐക്കൺ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള വർക്ക്സ് എല്ലാം നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ഇട്ട് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ചെയ്ത വർക്ക്. ഓക്കെ, ഫോട്ടോഷോപ്പിൽ ഇട്ടിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോട്ടോഷോപ്പ് ഒരിത്തിരി അറിഞ്ഞാൽ മതി, നമുക്ക് എഡിറ്റിംഗ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതായത് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം സേവ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ വരിക, എന്നിട്ട് ബാക്കിയുള്ള എഡിറ്റിംഗ് ചെയ്യുക. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലയൻസിന് സബ്മിറ്റ് ചെയ്യാം. ഒരു ലോഗോ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഈ ലോഗോ ഒന്ന് എടുത്ത് നോക്കാം. ഫയൽ. ഓക്കെ, ഇതിൽ ചില ടെക്സ്റ്റുകളെല്ലാം ഇമേജസ് ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പ് അറിയാവുന്ന ആളുകൾക്കാണ് ഈ സംഭവങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം ഈ ഒരു സിമ്പിൾ നമുക്ക് ഈ ഐക്കൺ മാത്രം മതി, ബാക്കി ടെക്സ്റ്റ് എല്ലാം നമുക്ക് ഫോട്ടോഷോപ്പിൽ നിന്ന് ചെയ്യാം. എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ഐക്കൺ മാത്രം എടുക്കുക, എന്നിട്ട് സേവ് ആസ് ഇമേജ് കൊടുക്കുക. സാമ്പിൾ 2. ഓക്കെ, അത് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് കൊടുക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അതുപോലെ തന്നെ താഴെയും സ്പേസ് കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പിൽ ഇമേജിൽ പോയിട്ട് ക്യാൻവാസ് സൈസ് അതിൽ വിഡ്ത്ത് ഒരു 85 കൊടുക്കാം. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് അത്യാവശ്യം കൂടി. അതുപോലെ തന്നെ താഴെ നമുക്ക് സ്പേസ് വേണം, അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് സൈസ്, എന്നിട്ട് ഈ മുകളിലുള്ള ആരോ പ്രസ് ചെയ്യുക. അതിനുശേഷം താഴെ ഒരു 85 കൊടുക്കുക ഹൈറ്റിൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ താഴെ കുറച്ച് സ്പേസ് കിട്ടി. ഇനി ഈ ഒരു ഫയൽ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാം, സെൻറ്റർ ചെയ്യുക. താഴെ വേണമെങ്കിൽ കുറച്ചുകൂടി സ്പേസ് നമുക്ക് കൊടുക്കാം, ഒരു 95. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ, അതായത് ഈ ടി സെലക്ട് ചെയ്യുക, അതിനുശേഷം ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ടെക്സ്റ്റ് കൊടുക്കുക. ഈ ടെക്സ്റ്റിൻ്റെ ടൂൾസ് എല്ലാം നമുക്ക് വേർഡിലും അതുപോലെ തന്നെ എക്സലിലും യൂസ് ചെയ്യുന്ന സെയിം ടൂൾസ് ആണ് ടെക്സ്റ്റിന് വേണ്ടി ഫോട്ടോഷോപ്പിലുള്ളത്. ഇപ്പോൾ സൈസ് നമുക്ക് കൂട്ടണമെങ്കിൽ ഇവിടെ 200 എടുക്കുന്നത് 300 എടുക്കുക സൈസ് കൂടി. അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടീയിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ മുകളിലൊരു ഓപ്ഷൻ ഉണ്ട് കളറിൻ്റെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഒരു പിക്കർ വരും, ഈ കളർ പിക്കർ ഓട്ടോമാറ്റിക് ഇതിൽ വരും. അതിൽ ഇത് സെലക്ട് ചെയ്യുക. താഴെ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റിൻ്റെ കളർ സെയിം ഈ കളർ തന്നെ പിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അടിക്കുക. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഫയലിൽ ചെന്നിട്ട് സേവ് ആസ് കൊടുക്കുക. നേരത്തെ സേവ് ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് താഴെ ഫോർമാറ്റിൽ PNG ഫയൽ സെലക്ട് ചെയ്യുക. PNG എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത്. എന്നിട്ട് സാമ്പിൾ 2A. ഓക്കെ, നമുക്ക് ആ സാമ്പിൾ ഒന്ന് ജസ്റ്റ് സേവ് ചെയ്ത സാമ്പിൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇതിന്. അതുപോലെ തന്നെ നല്ല സൈസുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ലോഗോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് വളരെ സിമ്പിളായിട്ട് ലോഗോ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫൈവർ പോലത്തെ ഒരു വെബ്സൈറ്റിൽ നല്ല വർക്ക് കിട്ടുന്ന ഒരു കാറ്റഗറിയാണ് ലോഗോ ക്രിയേഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ലോഗോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫൈവറിൽ വന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വീഡിയോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ സോഫ്റ്റ്വെയർസ്, ഈ സോഫ്റ്റ്വെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്യാം. ഇത് പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, ട്രയൽ വേർഷൻ നിങ്ങൾക്ക് ഓൺലൈൻ വഴി കിട്ടും. അത്യാവശ്യം ലോഗോ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ലോഗോ ക്രിയേഷൻ സോഫ്റ്റ്വെയർസും നിങ്ങൾക്ക് ഓൺലൈൻ ലഭ്യമാണ്. ഗൂഗിളിൽ പോയിട്ട്
ഫ്രീ ലോഗോ ക്രിയേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഏതെങ്കിലും സെയിം ടൂൾസ് ഒക്കെ തന്നെ ആയിരിക്കും എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തന്ന സോഫ്റ്റ്വെയറിന്റെ പേര് എക്സിമിയസ് സോഫ്റ്റ് ലോഗോ ഡിസൈനർ എന്നാണ്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തൗസൻഡ്സ് ഓഫ് കോമ്പിനേഷൻസ് ലഭിക്കും ലോഗോ ഡിസൈനിങ്ങിൻ്റെ. ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു ഡിസൈൻ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഈ സെലക്ഷൻ ടൂൾ ഇമേജാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതിൽ സെലക്ട് ചെയ്തിട്ട് താഴെ വന്നാൽ മതി. അത് ലെഫ്റ്റ് സൈഡിൽ വരിക. അതിനുശേഷം ഓൾറെഡി ക്രിയേറ്റഡ് ഐക്കൺസ് സെലക്ട് ചെയ്യുക. ഡ്രാഗ് ചെയ്താൽ മതി അതിൻ്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും. ഓക്കെ, മറ്റൊരു ലോഗോയായി. അതുപോലെ തന്നെ ഒരു ആയിരക്കണക്കിന് കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരിക, നിങ്ങളുടെ ഐക്കൺ സെലക്ട് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിൾ. കളർ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് അറിയാവുന്നതാണെങ്കിൽ അതിൽ പോയി ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ പാറ്റേൺസ് ഉണ്ട്. ഇതിൽ പാറ്റേൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഫോട്ടോഷോപ്പ് അറിയാവുന്നവർക്ക് അറിയാം പാറ്റേൺസ് എന്താണെന്ന്. കുറച്ച് ഡിസൈൻസ് വരും, കളേഴ്സിന് പകരം ഡിസൈൻസ് വരും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചിടാം പാറ്റേൺ. ഓക്കെ, ഇതിൽ നിങ്ങൾ മൗസ് ഓടിക്കുന്നതനുസരിച്ച് കണ്ടോ ചേഞ്ച് ആയി വരും താഴെ. ഇതാണ് പാറ്റേൺസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗോ ഡിസൈനിങ്ങിന് യൂസ് ചെയ്യാം. അതായത് മറ്റു ആരും യൂസ് ചെയ്യാത്ത ലോഗോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇത്തരം കോമ്പിനേഷൻസിലൂടെ. ഇപ്പോൾ കളേഴ്സ് തന്നെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മുകളിൽ വന്നിട്ട് സോളിഡ് കളർ. ഓക്കെ, അതിൽ ഒന്ന് ഓടിച്ചാൽ നിങ്ങൾക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രേഡിയൻറ്റ്, ഇപ്പോൾ ഡബിൾ ഷെയ്ഡോ ട്രിപ്പിൾ ഷെയ്ഡോ കളേഴ്സ് ചേഞ്ച് ആക്കണമെങ്കിൽ ഗ്രേഡിയൻറ്റ് കളേഴ്സ് കൊടുക്കുക. ഇതിലൊന്ന് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഓക്കെ, അതായത് കളർ കോമ്പിനേഷൻസ് കിട്ടും, 2-3 കളർ കോമ്പിനേഷൻസ് കിട്ടും ഗ്രേഡിയൻറ്റ് കൊടുത്താൽ. അതുമല്ലെങ്കിൽ ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈ ഓപ്ഷൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ. ഇവിടെ വരിക, അതല്ലെങ്കിൽ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മുകളിൽ നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ടൂൾസൊക്കെ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ള ടൂൾസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ സോഫ്റ്റ്വെയറിൻ്റെ പോർട്ടബിൾ വേർഷൻ ഞാൻ എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ അവൈലബിൾ അല്ല പോർട്ടബിൾ ഫ്രീ വേർഷൻ. അത് അവൈലബിൾ ആകുമ്പോൾ ഞാൻ ഇനിയുള്ള ട്യൂട്ടോറിയൽ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ഗൂഗിളിൽ ചെന്ന് അടിച്ചു നോക്കിയിട്ട് ഫ്രീ ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം വർക്ക് ചെയ്ത് പഠിച്ചതിന് ശേഷം ഒരു സർവീസ് ഫൈവറിലോ ഫൈവ്സ്ക്രിഡിലോ ക്രിയേറ്റ് ചെയ്ത് ഇടാം. എന്നിട്ട് നിങ്ങൾ ലോഗോ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഈ സോഫ്റ്റ്വെയർസ് 2-3 ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് എ ലോട്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക.